വാർത്തകൾ തുടരുന്നു. KPCC വിചാർ വിഭാഗ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ശില്പശാല, നിയമസഭാ സാമാജികർക്കുള്ള സ്വീകരണം, ഓണാഘോഷം, അനുമോദന ചടങ്ങ്, അംഗത്വ വിതരണം എന്നിവ 22, 23 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. KPCC വിചാർ വിഭാഗ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ശില്പശാല, നിയമസഭാ സാമാജികർക്കുള്ള സ്വീകരണം, ഓണാഘോഷം, അനുമോദന ചടങ്ങ്, അംഗത്വ വിതരണം എന്നിവ 22, 23 തീയതികളിൽ കായംകുളം മേടമുക്കിന് തെക്കുവശമുള്ള രാജീവ് ഗാന്ധി നഗറിൽ നടക്കും. 2026 ആഗസ്റ്റ് 22, 23 തീയതികളിൽ ആലപ്പുഴ ജില്ലയിലെ 9 നിയോജകമണ്ഡലങ്ങളിൽ നിന്നായി എത്തുന്ന പ്രതികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. സാംസ്കാരിക സമ്മേളനം, സാഹിത്യ സമ്മേളനം, ബോധവൽക്കരണ ക്ലാസുകൾ, ചർച്ചാ ക്ലാസുകൾ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. കേരളത്തിൻ്റെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഇതിൽ പങ്കെടുക്കും. 22-ാം തീയതി ഉച്ചയോടുകൂടി സാംസ്കാരിക ഘോഷയാത്ര കായംകുളം പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച് മേടമുക്കിലെ രാജീവ് നഗറിൽ സമാപിക്കുന്നതാണ്. തുടർന്ന് പതാക ഉയർത്തൽ നടത്തും. പതാക ഉയർത്തലും ദീപം തെളിയിക്കലും വിചാർ വിഭാഗിൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സഞ്ജീവ് അമ്പലപ്പാട് നിർവഹിക്കുന്നതാണ്. തുടർന്ന് സാഹിതീരവം, വിവിധ കലാപരിപാടികൾ നടക്കുന്നതായിരിക്കും. അതിനുശേഷം സാംസ്കാരിക കൂട്ടായ്മ നടക്കും. സാംസ്കാരിക കൂട്ടായ്മയുടെ ഉദ്ഘാടനം KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ നിർവഹിക്കുന്നതാണ്. ഈ ചടങ്ങിൽ വിവിധ സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നതാണ്. ശില്പശാല ആരംഭിക്കുന്നതാണ്. വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ക്ലാസുകൾ അവിടെ നടക്കും. ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നത് സലീം ചീരാമത്ത് അവറുകളാണ്. ആ ചടങ്ങ് KPCCയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സമീർ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. തുടർന്ന് വിവിധ സാംസ്കാരിക നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക സായാഹ്നം പ്രശസ്ത സാഹിത്യകാരൻ ശ്രീമൂലനഗരം മോഹനൻ ഉദ്ഘാടനം ചെയ്യും. 23-ന് നടക്കുന്ന പരിപാടികൾ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സമീർ ഉദ്ഘാടനം ചെയ്യും. വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും നടക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് സഞ്ജീവ് അമ്പലപ്പാട്, ജനറൽ കൺവീനർമാരായ ഡോക്ടർ P. രാജേന്ദ്രൻ നായർ, സലീം ചീരാമത്ത്, നൈനാൻ ജോൺ, പ്രൊഫസർ പരമേശ്വരൻ പിള്ള എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം. ചെങ്ങന്നൂർ നഗരസഭാ കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഓണം വിപണനമേള നഗരസഭാ ഓഫീസിന് മുൻവശം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ മനീഷ് കീഴാമഠത്തിൽ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. ചെങ്ങന്നൂർ നഗരസഭാ കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഓണം വിപണനമേള നഗരസഭാ ഓഫീസിന് മുൻവശം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ മനീഷ് കീഴാമഠത്തിൽ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സാലി ജെയിംസ് മുഖ്യപ്രഭാഷണം നടത്തി. CDS ചെയർപേഴ്സൺ ഷീജ ഉദയൻ അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PK അനിൽകുമാർ, T. കുമാരി, K. ഷിബുരാജൻ, കൗൺസിലർമാരായ റിജോ ജോൺ ജോർജ്, ഗോപു പുത്തൻമഠത്തിൽ, VS സവിത, ശരണ്യ സുരേന്ദ്രൻ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ C. നിഷ, CDS വൈസ് ചെയർപേഴ്സൺ ശ്രീകല തുടങ്ങിയവർ പങ്കെടുത്തു. ഓണം വിപണനമേള 21-ന് സമാപിക്കും. കുടുംബശ്രീ അംഗങ്ങളുടെ സംരംഭക യൂണിറ്റുകളിലെ നിലവാരമുള്ളതും മായം കലരാത്തതുമായ ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവ വിപണിയിൽ കുറഞ്ഞ നിരക്കിൽ ലഭിക്കും. CDNet ന്യൂസ്, ചെങ്ങന്നൂർ. മാന്നാർ കുട്ടമ്പേരൂർ 611 നമ്പർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കൺസ്യൂമർ ഫെഡുമായി സഹകരിച്ച് നടത്തുന്ന ഓണം വിപണന മേളയുടെ ഉദ്ഘാടനം നടന്നു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BK പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. മാന്നാർ കുട്ടമ്പേരൂർ 611 നമ്പർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കൺസ്യൂമർ ഫെഡുമായി സഹകരിച്ച് ഓണം വിപണനമേള സംഘടിപ്പിച്ചു. ഇതിന്റെ ഉദ്ഘാടനം കുട്ടമ്പേരൂർ കുന്നത്തൂർ ജംഗ്ഷനിലുള്ള ബാങ്കിന്റെ ഹെഡ് ഓഫീസിനോട് ചേർന്ന് നീതി സ്റ്റോറിൽ മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BK പ്രസാദ് നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് മാത്യു G. മനോജ് അധ്യക്ഷത വഹിച്ചു. ആദ്യ വിൽപ്പന മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത്ത് പഴവൂർ നിർവഹിച്ചു. യോഗത്തിൽ മാന്നാർ ഗ്രാമപഞ്ചായത്ത് അംഗം സുശീല കുമാരി, ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ K. മോഹൻ, രാധാഗോപി, ചിത്രഭായ്, പ്രീതാഭായ്, അശ്വതി, ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി PR സജികുമാർ സ്വാഗതം പറഞ്ഞു. വിപണനമേള 25-ന് സമാപിക്കും. CDNet ന്യൂസ്, മാന്നാർ. ആല ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു. സജി ചെറിയാൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആല ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചു. ആല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ ബിജു അധ്യക്ഷത വഹിച്ച ചടങ്ങ് സജി ചെറിയാൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട് കേരളം അതിന്റെ കാർഷിക സംസ്കൃതി നിലനിർത്തിക്കൊണ്ടുപോകാൻ ഇടവരുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോത്സാഹനമാണ് സംസ്ഥാന ഗവൺമെന്റ് എല്ലാ വർഷവും ചിങ്ങം 1-ന് കർഷക ദിനം എന്ന നിലയിൽ ആഘോഷിക്കുന്നു.
ഒരു തലമുറ മുഴുവൻ അവരുടെ ജീവിതം സമർപ്പിച്ച ഒരു മേഖല എന്ന നിലയിൽ ഒരുപാട് നമ്മൾ അതിൽ നിന്ന് പിന്നോക്കം പോയ ഒരു കാലത്താണ് ജീവിക്കുന്നത്. കൃഷിയും കൃഷി വഴിയുള്ള ഉൽപ്പന്നങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യജീവിതം നിലനിൽക്കൂ. അപ്പോൾ വായു പോലെ ജലം പോലെ ഏറ്റവും പ്രധാനമാണ് ഭക്ഷണം. ആ ഭക്ഷണം നമുക്ക് ലഭ്യമാക്കാൻ ഇടവരുത്തുന്ന കാർഷിക സംസ്കൃതിയെ എപ്പോഴും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട ദൗത്യ ഉത്തരവാദിത്വം കൃഷിക്കാർക്ക് മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങൾക്കും. ഈ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ചിങ്ങമൊന്നിലുള്ള കർഷക ദിനം. തീർച്ചയായിട്ടും ആല പഞ്ചായത്ത് ബഹുമാന്യ പ്രസിഡന്റ് അനീഷ ബിജുവിന്റെ നേതൃത്വത്തിൽ ഈ വർഷം കർഷക ദിനാഘോഷം ഏറ്റവും നന്നായി ആഘോഷിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷിക്കുന്നു. പ്രിയപ്പെട്ട കൃഷി ഓഫീസർ ശ്രീലക്ഷ്മി അവരെ തുടർന്ന് സ്വാഗതം പറയും. കാരണം എൻ്റെ ഈ പരിപാടികളിൽ പങ്കെടുക്കേണ്ട ഒരു തിരക്ക് കൊണ്ടാണ്. മറ്റെല്ലാ ജനപ്രതിനിധികളും സംസാരിക്കും. എല്ലാവർക്കും നല്ല ഓണം ഞാൻ ആശംസിക്കുന്നു. എല്ലാ കൃഷിക്കാർക്കും ആദരവ് അർപ്പിക്കുന്നു. ജൈവ കർഷകൻ അഡ്വക്കേറ്റ് ജെയിംസ് ജോൺ വെളുത്തേരിൽ, വനിതാ കർഷക പുഷ്പകുമാരി KS, മുതിർന്ന കർഷകൻ രാജൻ പിള്ള രാജമംഗലത്ത്, മത്തായി സാമുവൽ പൊന്മേലിൽ തുണ്ടിയിൽ, ക്ഷീരകർഷക പ്രസന്നകുമാരി, സമ്മിശ്ര കർഷകൻ കൊച്ചുകൃഷ്ണക്കുറുപ്പ്, രാജൻ കീടായിക്കുടിയിൽ എന്നിവരെ ജില്ലാ പഞ്ചായത്ത് അംഗം ടി വിശ്വനാഥൻ ആദരിച്ചു. CDNet ന്യൂസ് മാവേലിക്കര. OACC കുവൈറ്റ് നാഷണൽ കമ്മിറ്റി ആലപ്പുഴയിൽ OACC മീറ്റ് ഓർമ്മ സംഗമം 2026 സംഘടിപ്പിച്ചു. റെജി ചെറിയാൻ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. OICC കുവൈറ്റ് നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ OICC മീറ്റ് ഓർമ്മ സംഗമം 2026 എന്ന വേറിട്ട പരിപാടി സംഘടിപ്പിച്ചു. മുൻകാല OICC പ്രവർത്തകരെ ഒരേ വേദിയിൽ ഒന്നിപ്പിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. OICC കുവൈറ്റ് നാഷണൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബിബിൻ മങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. കുട്ടനാട് MLA റെജി ചെറിയാൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. AD തോമസ് MLA മുഖ്യപ്രഭാഷണം നടത്തി. OICC കുവൈറ്റിന്റെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് BA അബ്ദുൾ മുത്തലീബ്, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി കുര്യാക്കോസ്, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് അനിൽ ബോസ്, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ SS, OICC ഗ്ലോബൽ കമ്മിറ്റി അംഗം എബി വാരിക്കാട് എന്നിവർ സംസാരിച്ചു. ചക്കോ ജോർജ് കുട്ടി, പ്രേംസൺ കായംകുളം, ജോയി ജോൺ തുരുത്തിക്കര, ക്രിസ്റ്റഫർ ഡാനിയൽ, കൊച്ചാപ്പള്ളി വിജയഭാനു, കോശി അലക്സാണ്ടർ, അനിൽ കള്ളാർ, സലിം MM, ദിലീപ് പാലക്കാട്, തോമസ് കുരുവിള, ജോസ് ജോർജ് തുടങ്ങിയ മുൻകാല OICC പ്രവർത്തകർ സംഗമത്തിൽ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് ഫോക്ലോർ അവാർഡ് ജേതാവ് ആദർശ് ചിറ്റാർ നയിച്ച നാടൻപാട്ട്, വിവിധ കലാപരിപാടികൾ, വിനോദ പരിപാടികൾ, ഓണസദ്യ എന്നിവയും സംഘടിപ്പിച്ചു. ചടങ്ങിൽ OICC കുവൈറ്റ് നാഷണൽ കമ്മിറ്റി നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ കുക്കു സ്വാഗതവും OICC ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മനോജ് റോയി നന്ദി പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം. 24 നടക്കുന്ന പ്രസിദ്ധമായ 60ാമത് മാന്നാർ മഹാത്മാഗാന്ധി ജലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജലോത്സവ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 24 ഉച്ചയ്ക്ക് പമ്പാ നദിയിൽ കൂരിയത്ത് കടവിലെ മഹാത്മാ വാട്ടർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ജലോത്സവത്തിന്റെ ഉദ്ഘാടനം മന്ത്രി K മുരളീധരൻ നിർവഹിക്കും. ഈ മാസം 24 നടക്കുന്ന പ്രസിദ്ധമായ 60ാമത് മാന്നാർ മഹാത്മാഗാന്ധി ജലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജലോത്സവ സമിതി ഭാരവാഹികൾ അറിയിച്ചു. ബഹുമാന്യനായ ആരോഗ്യവകുപ്പ് മന്ത്രി, ദേവസ്വം മന്ത്രി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ആന്റോ ആന്റണി MP ജലഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ പ്രൊഫസർ P കൊടിക്കുന്നിൽ സുരേഷ് മാസ്റ്ററിൽ സല്യൂട്ട് സ്വീകരിക്കും. പിന്നെ നമ്മുടെ MP സമ്മാനദാനവും പ്രൊഫസർ PJ കുര്യൻ സാർ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യും. ഇതാണ് പരിപാടി. പിന്നെ ഇങ്ങനെ 2 മണിക്ക് തന്നെ ജലഘോഷയാത്രയോടുകൂടി വള്ളംകളി തുടങ്ങും. 5 മണിക്ക് അവസാനിപ്പിക്കാൻ വേണ്ട ക്രമീകരണങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷത്തെ പോലെ വള്ളംകാരനൊക്കെ തർക്കം ഉണ്ടായിട്ട് അവസാനം ആരവരകളുടെ ഉണ്ടെങ്കിൽ വരുന്ന ഞങ്ങളൊക്കെ ഇന്നസെന്റ് ആണ്. 25 തുടക്കാരോട് ഇന്ന് നമ്മളോട് കേട്ടതില്ല. നമ്മളുടെ അടുത്ത് പറ്റുന്ന ഒരു പ്രശ്നം എല്ലാ വള്ളംകളിക്കും വള്ളംകളി കഴിഞ്ഞാൽ പൈസ കൊടുക്കും. നമ്മൾ അഡ്വാൻസ് ആയിട്ട് തലേന്നും തന്നെ പൈസ കൊടുക്കുന്നുള്ള പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് കൊടുക്കണ്ട എന്ന് നമ്മൾ അസോസിയേഷൻ തന്നെ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നതാണ്. എന്നാലും കഴിഞ്ഞ് പിടിച്ച് വരുമ്പോൾ നമ്മൾ അദ്ദേഹം കൊടുത്തു പോകും. അതാണ് അതിനകത്തെ അടിസ്ഥാന കാരണം. അല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വരും. അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം അങ്ങനത്തെ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അതാണ് യാഥാർത്ഥ്യം. പിന്നെ ബാക്കി ഉള്ള നെഹ്റു ട്രോഫി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വള്ളം ചുണ്ടൻ വള്ളങ്ങൾ പങ്കെടുക്കുന്നത് മാന്നാർ വള്ളംകളിയിലാണ്. ഇതേ രീതിയിൽ ഞങ്ങൾ
രൂപീകരിച്ചിട്ടുണ്ട്. 24-ന് ഉച്ചയ്ക്ക് പമ്പാ നദിയിൽ കുര്യാത്ത് കടവിലെ മഹാത്മാ വാട്ടർ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ നടക്കുന്ന ജലോത്സവത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. എംപിമാർ, MLA മാർ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും. 60ാമത് ജലോത്സവമായതിനാൽ ചുണ്ടൻ വള്ളങ്ങൾ, വെപ്പുവള്ളങ്ങൾ, മറ്റ് ചെറുവള്ളങ്ങൾ ഉൾപ്പെടെ 60ഓളം കളിവള്ളങ്ങളെയാണ് മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും സംഘാടകർ പറഞ്ഞു. കൂടാതെ സർക്കാരിന്റെ വിവിധ വകുപ്പുകളുമായി സഹകരിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ഇത്തവണ ജലമേള 24-ന് ഉച്ചയ്ക്ക് 2-ന് തുടങ്ങി വൈകിട്ട് 5-ന് സമാപിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 10 ചുണ്ടൻ വള്ളങ്ങളും 6 വെപ്പുവള്ളങ്ങളുമാണ് പ്രധാന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ജലോത്സവത്തിന്റെ വിജയത്തിനായി ആന്റണി MP, കൊടിക്കുന്നിൽ സുരേഷ് MP, പ്രൊഫസർ PJ കുര്യൻ, സജി ചെറിയാൻ MLA, വർഗീസ് മാമൻ MLA, പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ, മാന്നാർ അബ്ദുൽ ലത്തീഫ് എന്നിവർ രക്ഷാധികാരികളായും, അഡ്വക്കേറ്റ് N ഷൈലാജ് ജനറൽ കൺവീനറും, TK ഷാജഹാൻ ജനറൽ സെക്രട്ടറിയും, രവി തൈച്ചിറ, മോൻ തുണ്ടിയിൽ, സുരേഷ് മറുകര, അശ്വിൻ, വിനോദ് മണലേൽ, ബൈജു, ബിനു മറുകര എന്നിവർ ഭാരവാഹികളുമായ കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നുണ്ട്. ജലോത്സവ സമിതി ഭാരവാഹികളായ ജനറൽ കൺവീനർ N ഷൈലാജ്, ജനറൽ സെക്രട്ടറി TK ഷാജഹാൻ, AP സോമരാജൻ, ഐപ്പ് ചക്കട്ടയിൽ, ജെയിംസ് ചിറയിൽ, രവി തൈച്ചിറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ് മാന്നാർ. കായംകുളത്തെ എൽമെക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ അഡ്വാൻസ്ഡ് കാർഡിയാക് കെയർ സെന്റർ ആരംഭിച്ചു. മന്ത്രി M ലിജു ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളത്തെ എൽമെക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ അഡ്വാൻസ്ഡ് കാർഡിയാക് കെയർ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി M ലിജു ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളത്തെ അത്യാധുനിക ചികിത്സാ കേന്ദ്രമായ എൽമെക്സിൽ ഒരു ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗം തുടങ്ങുന്നു എന്നത് നമുക്കെല്ലാവർക്കും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. ഞാൻ പ്രത്യേകമായി അതിന് നേതൃത്വം കൊടുക്കുന്ന ഈ സ്ഥാപനങ്ങളുടെ സ്ഥാപകൻ ശ്രീ KD ഗോപാലകൃഷ്ണൻ അവരുകളെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. എൽമെക്സ് നമ്മളെല്ലാം സംബന്ധിച്ചൊരു അഭിമാന സ്ഥാപനമാണ്. കായംകുളത്തിൻ്റെ ഗ്രാമഹൃദയത്തിൽ, പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊന്നുമില്ലാത്ത വണ്ണം അന്താരാഷ്ട്ര നിലവാരം കാത്തു സൂക്ഷിച്ചുകൊണ്ട്, അത് ശുചിത്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ചികിത്സയുടെ കാര്യത്തിലാണെങ്കിലും, എന്തിനേറെ ക്യാൻറ്റീൻ സൗകര്യങ്ങളിൽ പോലും, ഏറ്റവും മെസ്സിൽ പോലും ആ ഒരു അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടൊരു അദ്ദേഹത്തിൻ്റെ ഒരു വിദേശ എക്സ്പോഷർ, വിദേശ രാജ്യങ്ങളിൽ സ്വന്തമായി ജോലി ചെയ്യുകയും ബിസിനസ് നടത്തുകയും ചെയ്യുന്നതിലൂടെ ആർജിച്ച ആ ഒരു നിലവാരം കാത്തു സൂക്ഷിച്ചുകൊണ്ട് വളരെ മികച്ച രീതിയിലാണ് നമ്മുടെ ഈ ഹോസ്പിറ്റൽ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിലുള്ള ആശുപത്രികൾ കടന്നു വരുമ്പോൾ സ്വാഭാവികമായും അത് ആരോഗ്യരംഗത്ത് മാത്രമല്ല പുരോഗതി സൃഷ്ടിക്കുന്നത്, ഒരു നാടിൻ്റെ പൊതുവികസനത്തിൽ തന്നെ അത് വളരെയധികം പുരോഗതി സൃഷ്ടിക്കുന്നുണ്ട്. തൊട്ടടുത്ത മറ്റ് സ്ഥാപനങ്ങൾ ഉയർന്നു വരും. ഇവിടെ ജോലി ചെയ്യുന്ന നിരവധി പേർക്ക്, നിരവധി ആളുകൾക്ക്, കുടുംബങ്ങൾക്ക് അതൊരു ആശ്വാസമാണ്. അതുവഴി ഗ്രാമപഞ്ചായത്തിൻ്റെ ഉൾപ്പെടെ വരുമാനത്തിലുണ്ടാകുന്ന വർധനവ്, അങ്ങനെ ഒരു സ്ഥാപനം, ഒരു മികച്ച സ്ഥാപനം വരുമ്പോൾ ഒരു നാടിൻ്റെ തന്നെ മുഖച്ഛായ മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും അനവധി കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. നമ്മുടെ സ്ഥാപനം ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടേ ഉള്ളൂ. പ്രവർത്തനം അതിൻ്റെ ഒരു ഫുൾ സ്വിങ്ങിലേക്ക് യഥാർത്ഥത്തിൽ ആയി വരുന്നതേ ഉള്ളൂ. ഇന്നത്തെ ഒരു ദിനം തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു ദിനമാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ ഞാൻ അദ്ദേഹത്തോട്, ഗോപാലകൃഷ്ണൻ ചേട്ടനോട് സംസാരിക്കുകയായിരുന്നു. എവിടെ നിന്നാണ് ഡോക്ടർമാരെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗത്തിന് നേതൃത്വം കൊടുത്ത് അവിടെ നിന്ന് റിട്ടയർ ചെയ്ത ഡോക്ടർമാരുടെ എക്സ്പെർട്ടൈസാണ് ഉപയോഗപ്പെടുന്നത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം അതിനകത്തൊരു സന്തോഷമാണ് തോന്നിയത്. അതോടൊപ്പം തന്നെ ലോകോത്തര കാത്ത് ലാബ്, ലേസർ ആൻജിയോപ്ലാസ്റ്റി എന്നിവയ്ക്കൊപ്പം കാർഡിയാക്, വാസ്കുലാർ, തൊറാസിക് ശസ്ത്രക്രിയാ സൗകര്യങ്ങളും ഈ വിഭാഗത്തിലുണ്ടാകും. എൽമെക്സ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ KD ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയെന്ന നേട്ടവും എൽമെക്സ് ആശുപത്രി സ്വന്തമാക്കി. കാർഡിയാക് ടീമിനെ ചടങ്ങിൽ ആദരിച്ചു. 500-ലധികം കിടക്കകളുള്ള എൽമെക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി 2025 നവംബറിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. കാർഡിയാക് കെയറിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KB പ്രശാന്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TS താഹ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുലേഖ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിഷ അനുപ്രസാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ST അഖിൽ, കാർത്തികപ്പള്ളി താലൂക്ക് കാർഷിക വികസന ബാങ്ക് വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് പത്തിയൂർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശംഭു, CPM ലോക്കൽ സെക്രട്ടറി സുഭാഷ് എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം. കായംകുളം ശ്രീ മുരുക ലക്കി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്ഥാപനത്തിൽ നിന്ന് ലോട്ടറി ടിക്കറ്റുകൾ എടുക്കുന്ന ഏജന്റുമാർക്കായി ഓണക്കിറ്റ് വിതരണം നടത്തി. CPM കായംകുളം ഏരിയ സെക്രട്ടറി അബിൻ ഷാ ഉദ്ഘാടനം നിർവഹിച്ചു.
കായംകുളം ശ്രീമുരുക ലക്കി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്ഥാപനത്തിൽ നിന്നും ലോട്ടറി ടിക്കറ്റുകൾ എടുക്കുന്ന ഏജന്റുമാർക്കായി ഓണക്കിറ്റ് വിതരണം നടത്തി. ലോട്ടറി സെല്ലേഴ്സ് യൂണിയൻ ആലപ്പുഴ ജോയിന്റ് സെക്രട്ടറിയും കായംകുളം ഏരിയ പ്രസിഡന്റും മുരുക ലക്കി സെന്റർ ഉടമയുമായ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് ഓണക്കിറ്റ് വിതരണം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ലോട്ടറി സെല്ലേഴ്സ് യൂണിയൻ കായംകുളം ഏരിയ സെക്രട്ടറി ജി ശ്രീനിവാസൻ അധ്യക്ഷനായി. CPM കായംകുളം ഏരിയ സെക്രട്ടറി ബി അബിൻ ഷാ ഉദ്ഘാടനം നിർവഹിച്ചു. ഓടൊപ്പമുള്ള തന്റെ തൊഴിലാളികളെ സഹോദരങ്ങളായി കാണുന്ന, അത് തൊഴിലാളികളായിട്ടല്ല ശ്രീ ശിവൻകുട്ടി തൊഴിലാളികളെ കാണുന്നത്, തൻ്റെ കൂടപ്പിറപ്പുകളെ പോലെയാണ് കാണുന്നത്. താനും കുടുംബവും ഓണമൊരുങ്ങുമ്പോൾ തൻ്റെ സഹോദരങ്ങൾ, തൻ്റെ തൊഴിലാളികൾ പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് ഉറപ്പുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വലിയ നഷ്ടം സംഭവിച്ചിട്ടും തൊഴിലാളികൾക്ക് ഈ രൂപത്തിലേക്ക് കിറ്റും ഇതും പണവും കൊടുക്കുന്നത്. ചെറിയ എണ്ണമല്ല കൊടുക്കുന്നത്. ഒട്ടേറെ തൊഴിലാളി 100-നടുത്ത് തൊഴിലാളികളാണ് അദ്ദേഹത്തിനുള്ളത്. ആ തൊഴിലാളികൾക്കാകെ തന്നെ ഇങ്ങനെ കൊടുക്കുമ്പോൾ വലിയ തുകയാണ് അദ്ദേഹത്തിന് ഇതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പോകുന്നത്. എന്നാൽ അതൊക്കെ തന്നെ തൊഴിലാളികളുടെ സന്തോഷം പ്രമാണിച്ച് ഇത്തരത്തിൽ ഈ നമ്മുടെ നാട് ഒരുങ്ങുമ്പോൾ, നാടെല്ലാം എല്ലാവരും ഓണക്കോടി ഇടുമ്പോൾ, എല്ലാവരും സദ്യ ഉണ്ണുമ്പോൾ തൻ്റെ തൊഴിലാളികളും ഓണക്കോടി ഇടണമെന്നും സദ്യ ഉണ്ണണമെന്നും ആഘോഷിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ സുമനസ്സിൻ്റെ പ്രതീകമായിട്ടാണ് എല്ലാവർക്കും അദ്ദേഹം കിറ്റ് വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചത്. അങ്ങനെ താൻ കടന്നു വന്ന പാതകളിൽ വലിയ ദുർഘടമായ പ്രതിസന്ധികളിലൂടെയാണ് ശ്രീ ശിവൻകുട്ടി തൻ്റെ ലോട്ടറി വ്യവസായ രംഗത്തേക്ക് വന്നത്. ചെറിയ കച്ചവടക്കാരനായി തുടങ്ങി അവിടെ നിന്നിട്ടാണ് ഇപ്പോൾ 100 കണക്കിന് തൊഴിലാളികളുള്ള ഒരു ഏജന്റായി. സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് കുമാർ, കായംകുളം ഏരിയ ട്രഷറർ പി മനു എന്നിവർ പങ്കെടുത്തു. നിരവധി ഏജന്റുമാരും ചടങ്ങിന് എത്തിയിരുന്നു. ഇന്നലത്തെ പത്രത്തിൽ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. അതിങ്ങനെയാണ് ആ വാർത്ത. ചില മേഖലകളിലൊക്കെ, പാലക്കാട് മേഖലകളിലൊക്കെ എഴുത്ത് ലോട്ടറി ഉണ്ട്. എഴുത്ത് ലോട്ടറി, ആ എഴുത്ത് ലോട്ടറി നമ്മുടെ സർക്കാരിനെ പറ്റിക്കുക, സാമൂഹ്യ സുരക്ഷയെ തകർക്കുകയൊക്കെയാണ്. പക്ഷേ ഈ സത്കർമ്മം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ ബിസിനസ് നടത്തുന്ന മുരുകൻ ചേട്ടന് അത്തരത്തിലുള്ള, ആ ശിവൻകുട്ടി ചേട്ടൻ അത്തരത്തിലുള്ള ഒരു കളങ്കിതമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്നത്. നമുക്കറിയാം ഈ ഓണത്തിന് കഴിഞ്ഞ വർഷവും അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. CDNet ന്യൂസ്, കായംകുളം. ഹിയറിംഗ് എയ്ഡ് വിതരണ രംഗത്തെ പ്രമുഖ ക്ലിനിക്കായ കായംകുളം ശബ്ദ ഹിയറിംഗിൽ സൗജന്യ കേൾവി പരിശോധനാ ക്യാമ്പ് ആരംഭിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷമീം ചിരാമത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ഹിയറിംഗ് എയ്ഡ് വിതരണ രംഗത്തെ പ്രമുഖ ക്ലിനിക്കായ കായംകുളം ശബ്ദ ഹിയറിംഗിൽ സൗജന്യ കേൾവി പരിശോധനാ ക്യാമ്പ് ആരംഭിച്ചു. 22 വരെ നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷമീം ചിരാമത്ത് നിർവഹിച്ചു. കായംകുളം DSP രാജപ്പൻ റാവുത്തർ, റോട്ടറി കായംകുളം പ്രസിഡന്റ് അലൻ തോമസ്, KVVES പ്രസിഡന്റ് ഷിബു, സെക്രട്ടറി സോമരാജൻ, വൈസ് പ്രസിഡന്റ് AM ഷെരീഫ്, KG SMA ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ AHM, മാനേജിംഗ് പാർട്ണർമാരായ ജീൻ ജോർജ്, മാത്യൂസ് വള്ളിക്കാട് എന്നിവർ സംസാരിച്ചു. പരിശോധന ക്യാമ്പിന്റെ ഈ ഒരു വേളയിലാണല്ലോ നമുക്കൊക്കെ അറിയാം, കേൾവി ശക്തി അഥവാ കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസ്, 5 സെൻസ് ഓർഗൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് ചെവി എന്ന് പറയുന്നത്. ഇപ്പം നമുക്കൊക്കെ അറിയാം, കാഴ്ചശക്തി അല്ലെങ്കിൽ കാഴ്ചശക്തിക്ക് ഒരു മങ്ങലുണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, നമുക്ക് തന്നെ ആ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മളത് കേൾവി കുറവ് ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മളൊരു 50% കേൾവിക്കുറവ് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കൊരു കേൾവിക്ക് കേൾക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് ഡിലേ ഉണ്ട്. ഒരു പകുതി കേൾവി നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ശരിക്കും കേൾവിക്കുറവ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഇന്ന് നമ്മളിവിടെ ഈ നടത്തുന്ന സൗജന്യ കേൾവി പരിശോധന ക്യാമ്പ് ഒരു ബോധവൽക്കരണം കൂടിയാണ്, അല്ലെങ്കിൽ അവയർനെസ് ടു ദ പബ്ലിക്. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു 2 ദിവസത്തെ സൗജന്യമായിട്ടുള്ള ക്യാമ്പ് നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഒരു സേവനമായിട്ട് നമ്മൾ കൊടുക്കാൻ, എല്ലാവരോടൊപ്പം പങ്കുചേർന്ന് ഇത് കൊടുക്കാൻ വേണ്ടി നമ്മളിത് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾ: കായംകുളം കാദിശ ഓർത്തഡോക്സ് കത്തീഡ്രൽ വികാരി ഫാദർ KP വർഗീസ് വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. എപ്പോഴും അങ്ങയുടെ നന്മകൾ ഓർക്കുവാനും അങ്ങയുടെ നന്മകൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ അത് പകർന്നു കൊടുക്കുവാനുമായിട്ട് പ്രിയപ്പെട്ടവരെല്ലാം അങ്ങ് അനുവദിക്കണമേ. അവർ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ നന്മകൾ അവരിലേക്ക് അങ്ങ് പ്രവഹിപ്പിക്കുകയും വീണ്ടും കൂടുതൽ നന്മകൾ ഈ സമൂഹത്തിന് നൽകുവാനായിട്ട് അവരെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇന്ന് ഈ കാര്യത്തിൽ വന്ന് സംബന്ധിക്കുന്നവരെയും അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും അങ്ങ് കാത്തുകൊള്ളുമാറാകണമേ. പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഓർമ്മക്കുറവ് സംബന്ധിച്ച സംശയ നിവാരണവും കേൾവി പരിശോധനയും ട്രയലും
ക്യാമ്പിൽ ലഭ്യമാണ്. RCI രജിസ്ട്രേഡ് ഓഡിയോളജിസ്റ്റുകളാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം. പാവൂമ്പ കിഴക്കേടത്ത് കിഴക്കതിൽ സോമരാജൻ നിര്യാതനായി 66 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഓണത്തോടനുബന്ധിച്ച് എക്സൈസ് പരിശോധന ശക്തമാക്കുമെന്ന് എക്സൈസ് മന്ത്രി M. ലിജു. ജില്ലയിലെയും സംസ്ഥാനത്തെയും ഉന്നത എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു ചേർത്ത് നടപടികൾ കാര്യക്ഷമമാക്കിയെന്നും മന്ത്രി. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി 22-ന്. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ ബംഗളൂരു കൊച്ചുവേലി സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് KC വേണുഗോപാൽ MP. പ്രസിദ്ധമായ 60ാമത് മാന്നാർ മഹാത്മാഗാന്ധി ജലോത്സവം. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജലോത്സവ സമിതി ഭാരവാഹികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.